അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ ഇഖാമത്ത് കൊടുക്കാൻ സമയമായി, അല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പള്ളിയിൽ കയറുക എന്ന കാരണത്താൽ സുന്നത്തായി തീരുന്ന നിസ്കാരമാണല്ലോ തഹിയ്യത്ത് നിസ്കാരം. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് തഹിയ്യത്ത് നിസ്കാരത്തിൻ്റെ കാര്യം? മാത്രമല്ല, ചില നിസ്കാരങ്ങൾ ചില പ്രത്യേക സമയങ്ങളിൽ കറാഹത്താണല്ലോ. അഥവാ സുബഹിക്ക് ശേഷം, അസറിന് ശേഷം തുടങ്ങിയ കറാഹത്തായ വഖത്തുകളിൽ പള്ളിയിൽ ചെന്നാൽ തഹിയ്യത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, തഹിയ്യത്ത് നിസ്കാരം ഏത് സമയത്തും സുന്നത്തുണ്ട്. അപ്പോൾ അസറിന് ശേഷം മഗ്രിബിന് മുമ്പായി പള്ളിയിൽ കയറിയാലും തഹിയ്യത്ത് നിസ്കാരം സുന്നത്ത് തന്നെയാണ്. പള്ളിപ്രവേശനത്തിന് പിന്നാലെയാണല്ലോ തഹിയ്യത്ത് നിസ്കാരം സുന്നത്തായി വരുന്നത്. അതിനാൽ കാരണം മുന്തിയ നിസ്കാരങ്ങളും എല്ലാ സമയത്തും നിസ്കരിക്കാവുന്നതാണ്. ഇപ്പോൾ സുബഹിക്ക് ശേഷം ഒരാൾ പള്ളിയിൽ കയറിയാൽ അയാൾക്ക് പള്ളിപ്രവേശനം കാരണത്താൽ തഹിയ്യത്ത് സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട്, നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഇനി പള്ളിയിൽ ചെന്നപ്പോൾ ഇഖാമത്ത് കൊടുക്കാറായി, അല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യണം? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ പള്ളിയിൽ ചെന്നപ്പോൾ ഇഖാമത്ത് കൊടുക്കാൻ സമയമാകുന്നു, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സുന്നത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. ഇനി പള്ളിയിൽ കയറി ഇരുന്നാൽ തഹിയ്യത്തിൻ്റെ കാര്യം അപ്രസക്തമാകും. അതിനാൽ ഇരിക്കാതെ ഇഖാമത്ത് കൊടുക്കുന്നത് വരെ കാത്തു നിൽക്കുക. ഇനി ഇഖാമത്ത് കൊടുത്തിരിക്കുകയാണെങ്കിൽ നേരെ ജമാഅത്തിലേക്ക് പ്രവേശിക്കുക, അഥവാ നിസ്കാരത്തിൽ പങ്കെടുക്കുക. പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് ഒരു നിസ്കാരം വേണം എന്നാണ് കൽപ്പന. ആ കൽപ്പന ഫർള് നിസ്കാരം കൊണ്ടും വീടുന്നതാണ്, മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ടും വീടുന്നതാണ്. ഇനി ജമാഅത്ത് നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കാരത്തിൽ കടക്കൽ, സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കൽ കറാഹത്താണ്. അപ്പോൾ അവിടെ ഇരിക്കാതെ കാത്തു നിന്നാൽ ജമാഅത്തിൻ്റെ കൂലിയും ലഭിക്കുന്നതാണ്, തഹിയ്യത്തിൻ്റെ കടമയും വീടുന്നതാണ്. നിസ്കാരം കറാഹത്തായ സമയമെന്നത് അത് കാരണം മുന്തിയ സുന്നത്ത് നിസ്കാരങ്ങളെ ബാധിക്കുന്ന കേസല്ല. തഹിയ്യത്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെടാത്തവർക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് 4 വട്ടം പറയേണ്ടതാണ്.